ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ കൃഷും സഹദേവൻ പോലീസും തമ്മിൽ ബലരാമന്റെ കാര്യം പറഞ്ഞ് നല്ല തർക്കമുണ്ടാവുകയാണ്. പിന്നീട് കൃഷ് സഹദേവനോട് പറയുന്നുണ്ട്, ഈ കൃഷി ജീവിക്കുന്ന കാലത്തോളം അച്ഛന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീഴാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. കേൾക്കുന്ന സഹദേവൻ പറയുന്നുണ്ട്, എങ്ങനെയാണെങ്കിൽ നീ അധികകാലം ജീവിച്ചിരിക്കില്ലടാ എന്ന് കൃഷിനോട് സഹദേവൻ പറയാണ്. വീണ്ടും കൃഷും സഹദേവനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യാങ്കളിയാവുകയാണ്. ും ആന്റിയമ്മയും ഡോക്ടറുമെല്ലാം കൃഷിനെയും സഹദേവനെയും പിടിച്ചു മാറ്റുന്നുണ്ട്. ഇതിനുശേഷം മാനസയെ കാണിക്കുന്നുണ്ട്. മാനസ ഒരു ഫോണുമായി പോകുന്നുണ്ട്. അടുത്ത ഒരു പണിക്കുള്ള പ്ലാനിൽ തന്നെയാണ് മാനസ. ഇതിനുശേഷം കൃഷി ആരെയോ വിളിച്ച് ഫോണിൽ പറയുന്നുണ്ട്, അച്ഛൻ കിടക്കുന്ന അതേ സ്ഥലത്തെത്താൻ ഇതൊക്കെയോ കൂടിച്ചേർന്നൊരുക്കിയ ഒരു പ്ലാനിംഗ് ആണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷി പറയുന്നുണ്ട്. അതിനുശേഷം ഫോൺ കട്ട് ചെയ്ത് കൃഷി വീണ്ടും കൽപ്പിച്ചു തന്നെ സാഗറിന് ഒന്നും വരരുതെന്ന് മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിക്കുകയാണ്. പിന്നീട് ഭാഗ്യശ്രീ കൺമണിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഭാഗ്യശ്രീ കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി പേടിക്കണ്ട, സാഗർ സാറിന് ഒന്നും സംഭവിക്കില്ല എന്ന് പറയാണ്. കൺമണിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് സാഗറിനെ കാണാനായി സുജു ICUയിലേക്ക് പോവുകയാണ്. സാഗറിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബലരാമനെയും കൊടുന്ന് കിടത്തിയിരിക്കുന്നത്. എല്ലേ കണ്ണ് തുറന്ന് എഴുന്നേൽക്കുന്ന സാഗർ സുജുവിനോട് അതാരാ കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. സുജു അപ്പ പറയുന്നുണ്ട്, അത് ബലരാമനാണെന്ന്. സാഗർ ബലരാമനോ എന്ന് പറഞ്ഞ് ആകെ ഷോക്കാവുകയാണ്. പിന്നീട് സാഗർ മെല്ലെ എഴുന്നേറ്റ് ബലരാമനെ നോക്കുന്നുണ്ട്. ബലരാമനാണെങ്കിൽ കുത്തുകിട്ടിയ വേദനയിൽ അങ്ങനെ കിടന്നു പൊളയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. മനസ്സ അടുത്തതായി എന്തോ ഒരു ചതി ഒരുക്കാനായി പ്ലാൻ ചെയ്യുന്നുണ്ട്. സാഗറും ബലരാമനും ഒരേ ICUയിൽ തന്നെ കിടക്കുന്നത് കൊണ്ട് സുമിത്രയ്ക്കും ഷൺമുഖദാസ് വക്കീലിനും അവരുടെ പ്ലാൻ നടപ്പിലാക്കാൻ എളുപ്പമാണ്. പക്ഷേ തന്റെ അച്ഛന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ഉറച്ച തീരുമാനത്തോടെ നിൽക്കുകയാണ്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.